ഇന്ന് ഇവിടെ പറയുന്നത് 35 ഇഞ്ച് ശരീരവണ്ണം ഉള്ള ഒരാളുടെ സാരി ബ്ലൗസ് ആണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലെ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഈ പുതിയ വീഡിയോ ഇട്ടിരിക്കുന്നത്. തയ്ക്കുന്നത് കാണിക്കുന്നില്ല, വെട്ടുന്നതാണ് കാണിക്കുന്നത്. ഷോൾഡറിൽ നിന്ന് ഇറക്കം ഇങ്ങനെയാണ് എടുക്കുന്നത്. ബ്ലൗസിന്റെ അളവെടുക്കുന്ന ഇങ്ങനെയാണ്. ശരീരവണ്ണത്തിന്റെ ഇത് 14 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. ആദ്യം എടുക്കുന്നത് ഇറക്കമാണ് 14 ഇഞ്ച്. ഇനി വണ്ണമാണ് വരുന്നത്. ശരീരവണ്ണം ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്താണ് എടുക്കുന്നത്. 35 ഇഞ്ചാണ് ശരീരവണ്ണം വരുന്നത്. ഇനി താഴേക്ക് ഷേപ്പ് വണ്ണം വരുന്നത് 32 ഇഞ്ച്. ഇത് ടൈറ്റ് ചെയ്താണ് എടുക്കുന്നത്. താഴെ നമ്മൾ ടൈറ്റ് ചെയ്താണ് എടുക്കുന്നത്. 32 ഇഞ്ചാണ് ഷേപ്പ് വണ്ണം. ഇനി ടക്കാണ് വരുന്നത്. ടക്ക് വരുന്നത് 10 ഇഞ്ചാണ്. ടക്ക് ഇത് ഇങ്ങനെ 10 ഇഞ്ചാണ് വരുന്നത്. സാധാരണ ടക്ക് വരുന്നത് 9.5 ഇഞ്ചാണ്. ഇത് 10 ഇഞ്ച് വരും. കൈനീളം വരുന്നത് 9 ഇഞ്ചാണ്. ഇങ്ങനെ 9 ഇഞ്ച്. ഈ 9 ഇഞ്ച് എവിടെ വരുന്നുവോ അവിടെയാണ് കൈയുടെ വണ്ണം നോക്കുന്നത്. കൈവണ്ണം 10 ഇഞ്ച്. മുൻവശത്തെ കഴുത്തിന്റെ ഇറക്കം വരുന്നത് ബ്ലൗസിനെല്ലാം 6 ഇഞ്ചാണ്. എല്ലാവർക്കും 6 ഇഞ്ചാണ് വരുന്നത്. ഈ 14 ഇഞ്ച് ഇറക്കം വരുന്നവർക്ക് ബാക്കി കഴുത്തിന്റെ ഇറക്കം കാണിച്ചു തരാം. 6 ഇഞ്ചാണ്. 14 ഇഞ്ച് ഇറക്കമാണ് ഇതിന് വരുന്നത്. ഇതിന് സാധാരണ 14 ഇഞ്ച് ഇറക്കമുള്ള എല്ലാ ബ്ലൗസുകൾക്കും വരുന്നത് 8.5 ഇഞ്ച്. പിന്നെ ബാക്കി കഴുത്ത് ഇറക്കം കൂട്ടണമെങ്കിൽ വരുന്നത് 9 ഇഞ്ച്. ഇങ്ങനെയാണ് വരുന്നത്. സാധാരണ എല്ലാവർക്കും 8.5 മതി, അല്ലെങ്കിൽ 9 ഇഞ്ച്. ഇറക്കം 14 ആണ്. 14 ഇഞ്ചിന് നമ്മൾ 1 ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിട്ടു. 1 അടയാളപ്പെടുത്തി. രണ്ടാമത് ഒന്നുകൂടി അടയാളപ്പെടുത്തി തമ്മിൽ വരച്ചു. കഴുത്ത് അകലം വരുന്നത് 2.25 ഇഞ്ചാണ്. ഇങ്ങനെ 2.25. അത് ഒന്നുകൂടി താഴേക്ക് 2.25 അടയാളപ്പെടുത്തി തമ്മിൽ വരച്ചു. ഈ വരയിലാണ് കഴുത്തിറക്കം വരുന്നത്. 14-14.5 ഇഞ്ച്. ബ്ലൗസിന് ഇറക്കമുള്ളവർക്കെല്ലാം വരുന്നത് 8 ഇഞ്ച് മുതൽ 9 ഇഞ്ച് വരെയാണ് കഴുത്തിറക്കം. ഇത് 8.5 ഇഞ്ച്. എല്ലാവർക്കും 8-8.5 മതി. ഇത് ഇങ്ങനെ വരച്ചു. ഇവിടെ റൗണ്ട് ചെയ്തു. ഇപ്പോൾ ബാക്കി കഴുത്ത് ഓക്കെയായി. ഇനി ഷോൾഡറാണ് വരുന്നത്. 2.25 കഴുത്ത് അകലമെങ്കിൽ ഷോൾഡർ വരുന്നത് 5.25. 2 പ്രാവശ്യം അടയാളപ്പെടുത്തി തമ്മിൽ വരച്ചു. ഈ വരയിൽ കൈക്കുഴിയാണ് വരുന്നത്. ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് കൈക്കുഴി വരുന്നത്. 5.25. അത് നീട്ടി വരച്ചു. ശരീരവണ്ണത്തിന്റെ അളവാണ് ഈ പറയുന്നത്. ഇനി ശരീരവണ്ണത്തിന്റെ കണക്കാണ് വരുന്നത്. 35 ഇഞ്ചാണ് ശരീരവണ്ണം. 35ന്റെ കൂടെ നമ്മൾ ലൂസ് കൂട്ടുന്നത് 4 ഇഞ്ചാണ്. 35ഉം 4ഉം 39. 39ന്റെ 4-1 9.25 പ്ലസ് 1 തയ്യൽ തുമ്പ്. ഇനി അടിലൂസാണ് വരുന്നത്. അടിലൂസ് 32ആണ്. 32ന്റെ 4-1 8 ഇഞ്ച് പ്ലസ് 1 തയ്യൽ തുമ്പ്. അടിവണ്ണം അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഇത് തമ്മിൽ വരച്ചു. ഇത് തയ്യൽ തുമ്പാണ്. 1 ഇഞ്ച്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു കണക്ക് വരുന്നത് 1 ഇഞ്ചാണ് കണക്ക് വരുന്നത്. ബ്രസ്റ്റ് ഒത്തിരി ഉള്ളവരാണെങ്കിൽ ഇത് ഒരു 4 ഇഞ്ച് നമ്മൾ കൂട്ടിയിടും. ഒരു 4 ഇഞ്ച് നമുക്കിവിടെ കൂട്ടിയിടാം. ഇത് ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഒരു 4 ഇഞ്ച് ഇറക്കിയിടണം. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. ഇതിന്റെ സൈഡ് നമ്മൾ ഇവിടെ കുറയ്ക്കുന്നില്ല. നേരത്തെയൊക്കെ 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ കുറയ്ക്കുമായിരുന്നു. ഇങ്ങനെ ചെരിച്ച് ഇടുമായിരുന്നു. ഇപ്പം നമ്മൾ ചെരിക്കുന്നില്ല. ഇത് നേരെ ഇങ്ങനെ വെട്ടിയെടുക്കാം. ബാക്കിൽ നിന്നാണ് വെട്ടി തുടങ്ങുന്നത്. കത്രികയുടെ തുമ്പിനാണ് ഇത് വെട്ടേണ്ടത്. കറക്റ്റ് ഇങ്ങനെ വെട്ടി നിർത്തി. ബാക്കി പീസ് വെട്ടിയെടുത്തു. ഇനി ഫ്രണ്ട് പീസ് വെട്ടുന്നത് കാണിക്കാം. ഇത്
ബാക്കി പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ തുണി തേരുവശം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ടു. ഇങ്ങനെയാണ് ഇനി വരുന്നത്. ഇനി ഈ ബാക്കി പീസ് എടുത്തതും നമ്മൾ ക്രോസ് പീസാണ്. ഇത് വീതി കൂടിയ തുണിയാണ്. 60 ഇഞ്ചാണ് ഈ ലൈനിങ് തുണിയുടെ വീതി. അതുകൊണ്ട് തുണി ഒത്തിരി തുണിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ ഇട്ടു. ഇട്ടതിന് ശേഷം ഇത് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കണം. ഷോൾഡർ മാറിപ്പോകാതിരിക്കാനാണ് ഇതിങ്ങനെ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് ഈ മുൻവശത്തെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നത് നമുക്ക് 2 പടി വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ്. ഇനി ഇവിടെ കഴുത്ത് ഇറക്കമാണ് വരുന്നത്. കഴുത്തിറക്കം 6 ഇഞ്ചാണ്. എല്ലാവരുടെയും കഴുത്തിറക്കം 6 ഇഞ്ചാണ്. വേണമെങ്കിൽ കൂട്ടിയിടാം. അത് നമ്മളത് ഇങ്ങനെ ഷേപ്പ് ചെയ്തു. ഇത് തയ്യൽ തുമ്പാണ്. മുൻവശത്തെ പടി വരാനുള്ളതാണ്. ഇത് കഴുത്താണ്. ഇവിടെ പടി നമ്മൾ നേരെയാണ് വെട്ടിയത്. ഇനി ഇവിടെയാണ് വരുന്നത്. ഇവിടെ ബ്രസ്റ്റ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 2.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. സാധാരണ എല്ലാവർക്കും 2 ഇഞ്ച് മതി. ബ്രസ്റ്റ് കൂടുതൽ ഉള്ളവർക്ക് 2.5 ഇഞ്ച് ഇടണം. അത് ഇങ്ങനെ വരച്ചിട്ടു. ഇനി ഇവിടെ ബ്ലൗസുകൾക്ക് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലൗസ് ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ഇടാറ്. ആ 1 ഇഞ്ച് മാറി. ഇപ്പം അത് 1/2 ഇഞ്ച് 3/4 ഇഞ്ചായി മാറി. അത് 1 ഇഞ്ച് ഇട്ടുകൊണ്ട് ഇരുന്നതാണ് ആദ്യമൊക്കെ വീഡിയോയിൽ കാണിച്ചത്. 1 ഇഞ്ചാണ് ഇവിടെ ഇടുന്നത്. ഇപ്പോൾ അത് 3/4 ഇഞ്ചായി. ഇവിടെ ബ്രസ്റ്റ് ഉള്ളവർക്ക് കൂടുതലുള്ളവർക്ക് 2.5 ഇഞ്ച് വേണം. ഇല്ലെങ്കിൽ 2 ഇഞ്ച് മതി. അതുപോലെ മുകളിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ചെരിച്ച് ഷേപ്പ് ചെയ്യുമായിരുന്നു. അതിപ്പോൾ ഇല്ല. ഇവിടെ കഴുത്തിൻ്റെ ഫ്രണ്ട് എടുത്ത് കളയുമായിരുന്നു. ഞാൻ ചെരിച്ച് അത് ഫ്രണ്ട് എടുത്ത് കളയരുത്. ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി വെട്ടുന്നത് കാണിച്ചു തരാം. ഷോൾഡറിൽ നിന്നാണ് വെട്ടി തുടങ്ങുന്നത്. ഇങ്ങനെ വെട്ടിയാണ് പോകുന്നത്. കത്രികയ്ക്ക് മൂർച്ചയുള്ള കത്രിക വേണം. എങ്കിലാണ് നമുക്ക് കറക്റ്റ് വെട്ടാൻ പറ്റുള്ളൂ. കൂടുതലൊരിക്കലും വെട്ടരുത്. എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ നിർത്തണം. ഇവിടെ ഒത്തിരി ഷേപ്പ് വരുന്നത് ചെരിഞ്ഞ് വരുന്നത്. ഇത് നമ്മളിവിടെ 1/2 ഇഞ്ച് കൂടുതലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഈ വെട്ടുന്നത് പോലെ തന്നെയാണ് വെട്ടേണ്ടത്. ഇനി ഇവിടെ ഇനിയാണ് ഷോൾഡർ വെട്ടുന്നത്. ഇവിടെ പിടിച്ചതിന് ശേഷം ഷേപ്പ് ചെയ്യണം. ഇവിടെ 1/4 ഇഞ്ച് കൂട്ടിയിടുന്ന എന്തിനാണെന്ന് മനസ്സിലായല്ലോ. മുൻവശത്തെ പടി വരുന്നുണ്ട്. അതിനു വേണ്ടിയാണ് അങ്ങനെ 1/4 ഇഞ്ച് കൂട്ടിയിടുന്നത്. തയ്യൽ തുമ്പാണ് ഈ 1/4 ഇഞ്ച്. വെട്ടിയെടുത്തു. എപ്പോഴും നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കണം. നമുക്ക് തയ്ക്കുമ്പോൾ ഇതിങ്ങനെ കയറി വരുന്നതിന് വേണ്ടിയാണ്, തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അറിയുന്നതിനാണ് വണ്ണം. ഇനി ടക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ടക്കാണ് അടയാളപ്പെടുത്തുന്നത്. മുകളിൽ നിന്ന് 1/2 ഇഞ്ച്, കഴുത്തകലത്തിൽ നിന്ന് ഒരു 1/4 ഇഞ്ചിന് മുകളിൽ മതി. മുകളിൽ നിന്ന് 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ഈ സൈഡ് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് മതി. ഇങ്ങനെ നേരെ വെച്ചു. 10 ഇഞ്ചാണ് ടക്ക് വരുന്നത്. അതിങ്ങനെ വരച്ചിട്ടു. ഇനി ടക്ക് ഈ സൈഡിൽ നിന്ന് വരുന്ന ടക്ക്, ഇതിൻ്റെ അകലം നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടക്ക് ഇടുന്നത്. ഇങ്ങനെ സൈഡിൽ നിന്ന് വരുന്നത് 2.25 ഇഞ്ച്. ഈ ടക്കിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, അത്രയും അകലം കണ്ടോ. ഈ ടക്കിൻ്റെ മുകളിൽ വരും. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇനി ഇവിടെയാണ് ഈ ടക്ക് വരുന്നത്. ഇതിങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെ 3 ടക്കാണ് വരുന്നത്. ഇവിടെ ഫ്രണ്ട് നമ്മളൊരു അല്പം എടുത്ത് കളഞ്ഞു. ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം. ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ചെറുതായിട്ടെടുത്ത് ഇവിടെ നിന്നിങ്ങനെ ഇവിടെയാണ് നമ്മളത് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് കട്ടിങ്ങാണ്. കട്ടിങ് വരുന്നത് സാധാരണ എല്ലാവർക്കും വരുന്നത് ഇവിടെ 3.5 ഇഞ്ച്. ഈ ടക്കിൻ്റെ താഴെ 3 ഇഞ്ച്. ഇങ്ങോട്ട് ഒരു 3/4 ഭാഗം കഴിഞ്ഞിട്ട് വീണ്ടും 3.5 ഇഞ്ച്. ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചു. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഇനി ഇവിടെ നമ്മൾ ചെരിച്ച് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് എടുത്ത് കളയും. ഇവിടെ 1/2 ഇഞ്ച് മതി. ഒരു ചെറിയ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെട്ടിക്കളഞ്ഞു.
ഇതിൻ്റെ അടിവണ്ണം വരുന്നത് 32 ഇഞ്ചാണ്. ഈ ടക്ക് ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചതിന് ശേഷം 32ൻ്റെ 4/1 8 ഇഞ്ചാണ് വരുന്നത്. 8 ഇഞ്ചും തയ്യൽ തുമ്പുമാണ് ഇവിടെ വരേണ്ടത്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം 8.25, ഇവിടെ 4 ഇഞ്ച് നമ്മൾ തള്ളിയായിരുന്നു ഫ്രണ്ട് പടി വയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ 8.25 വച്ചു, ഇങ്ങോട്ട് 1 ഇഞ്ച് തള്ളി. അപ്പോൾ ഇങ്ങനെയാണ് ടക്ക് വരുന്നത്. അടിവണ്ണത്തിൻ്റെ കൂടെ 1.25 ഇഞ്ച് കൂട്ടിയിടണം. ഇങ്ങനെ മടക്കിയാണ് വച്ചത്. ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ടു. ഈ ടക്ക് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? ഈ ടക്ക് വരുന്നത് ഒരല്പം താഴേക്ക് ചെരിഞ്ഞാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇത് നേരെയല്ല വരുന്നത്, ഒരല്പം ചെരിഞ്ഞാണ് വരുന്നത്. കണ്ടോ? ഈ ടക്ക് നമുക്ക് ഇതിങ്ങനെ വെട്ടിക്കളയാം. ഫ്രണ്ട് പീസ് നമ്മളൊരു അല്പം വെട്ടിക്കളയുന്നുണ്ട്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ചെറുതായിട്ടാണ് നമ്മൾ വെട്ടുന്നത്, ഷോൾഡറിലേക്ക് കയറുന്നത്. ഇവിടെയാണ് നമുക്ക് ഷേപ്പ് വരേണ്ടത്. ഈ ഭാഗത്ത് ഇവിടെയാണ് ഷേപ്പ് വരേണ്ടത്. ഇതിന് ഇതിൻ്റെ നേരെ വെച്ച് നമ്മൾ ഈ ടക്കും അടയാളപ്പെടുത്തി ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ 3 ടക്ക് ഓക്കെ ആയി. ഇനി ഇതിൻ്റെ മറുവശത്ത് നമ്മൾ കുത്തിട്ട ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി. 2 വശത്തും ടക്ക് വന്നു. ഇവിടെ സൈഡ് നമ്മൾ എടുത്ത് കളയണ്ട, കളയുമ്പോൾ അത് വേറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടത് വേണ്ട എന്ന് വെച്ചതാണ്. അടിവണ്ണം വരുന്നത് 8.25 8 ഇഞ്ചാണ് വരുന്നത്. 4 ഇഞ്ച് പടി വരുന്നുണ്ട് മുൻവശത്ത്. ഇങ്ങനെ 8.25 അടയാളപ്പെടുത്തി. ഇങ്ങോട്ട് 1.5 ഇഞ്ച് വേണം. ഈ 1.5 ഇഞ്ച് എപ്പോഴും 1.5 ഇഞ്ച് ഇടണം. തുണി കുറവാണെങ്കിൽ 1 ഇഞ്ച് ഇട്ടാൽ മതി. ഇത് മുകളിലേക്ക് ചെരിഞ്ഞാണ് വരുന്നത്. ഈ ഫ്രണ്ട് പീസ് നമുക്കൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ഇതാണ് മുൻവശത്തേക്ക് വരുന്ന പീസ്. നമുക്ക് കൈ വെട്ടാം. കൈ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചു. എപ്പോഴും കൈ വെട്ടുമ്പോൾ തേര് വശം ഇങ്ങനെ തന്നെ നീളത്തിൽ വരണം. തേര് ഇങ്ങോട്ട് താഴേക്ക് വരരുത്. അങ്ങനെ വന്നാൽ അത് പഴക്കം ചെയ്യില്ല, പെട്ടെന്ന് പോകും. അത് ശരീരവണ്ണത്തിൻ്റെ കണക്കാണ്. ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ കണക്കെടുക്കുന്നില്ല. അത് ശരീരവണ്ണത്തിൻ്റെ കണക്കാണ്. ശരീരവണ്ണത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചു. 35-ൽ നിന്ന് 2 ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 33 ഇഞ്ച്. 33ൻ്റെ 4/1 8.25 ഇഞ്ച്. അതിങ്ങനെ അടയാളപ്പെടുത്തി ഇട്ടു. ഇങ്ങനെ മടക്കി ഇട്ടു. ഒത്തിരി വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് 3 ഇഞ്ച് 3.5 ഇഞ്ച് വരെ നമുക്ക് കുറയ്ക്കാം. എന്നിട്ട് അതിൻ്റെ 4/1 എടുത്താൽ മതി ഈ കൈക്കുഴി വെട്ടാൻ നേരത്ത്. ഇത് ഒന്ന് മടക്കി ഒന്നുകൂടി മടക്കുന്നതിന് നമ്മളിങ്ങനെ 1 ഇഞ്ച് വരച്ചിട്ടു. ഇനി കൈയുടെ നീളമാണ് വരുന്നത്. കൈനീളം വരുന്നത് 9 ഇഞ്ചാണ്. 9ന് 9.5 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 9ന് 9.5 ഇത് നമ്മൾ മടക്കി വെക്കുന്നതിനാണ്. ഇത് നമ്മൾ അളക്കുന്നില്ല. ആ 9.5 താഴെ ഒന്നുകൂടി അടയാളപ്പെടുത്തി. ഇനി നമ്മളിവിടെ ഷേപ്പ് വെച്ച് ഇവിടെ ഷേപ്പ് വരുന്നത് 3.5 ഇഞ്ചാണ്. ഇങ്ങനെ കോണിച്ച് 3.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇതിങ്ങനെ നേരെ വരച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ വരച്ചു. കൈവണ്ണം വരുന്നത് 12 ഇഞ്ചാണ്. 12ൻ്റെ പകുതി 6 ഇഞ്ച് അതിങ്ങനെ വരച്ചിട്ടു. ഇങ്ങനെയാണ് കൈ വരുന്നത്. കൈക്കുഴിയുടെ റിഹാള് കൈക്കുഴി നമ്മളിത് ഇങ്ങനെയാണ് വെച്ച് നോക്കേണ്ടത്. ഇത് രണ്ടും കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ തയ്യൽ തുമ്പ് എപ്പോഴും നോക്കണം. തയ്യൽ തുമ്പ് ഇവിടെ ഇങ്ങനെ തള്ളിക്കളഞ്ഞു. ഇവിടെ ഷോൾഡർ കൂട്ടുമ്പോൾ പോകുന്ന തയ്യൽ തുമ്പ് ഇനി ഈ വരയിലൂടെ ഇങ്ങനെയാണ് വെച്ച് നോക്കേണ്ടത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ? കറക്റ്റ് വന്നു. ഇതിൻ്റെ കണക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇവിടെ വെട്ടുമ്പോൾ നേരെ വെട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ ചിരിച്ച് കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെയാണ് വെട്ടുന്നത്. ഇതിങ്ങനെ മടക്കി വെച്ചതിന് ശേഷമാണ് ഇനി വെട്ടുന്നത്. ഇങ്ങനെ വെട്ടിപ്പോകണം. ബാക്കിയും ഫ്രണ്ടും നമുക്ക് വേണമെങ്കിൽ വെട്ടാം. വെട്ടേണ്ട കാര്യമില്ല. ബ്രസ്റ്റ് ഉള്ളവർക്ക് ഫ്രണ്ട് പീസ് ഇതിലെടുത്ത് കളയണ്ട. ഞാൻ ആ ബോഡിയിലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ എടുത്ത് കളയണ്ട.
കട്ടിങ് പീസ് ഇങ്ങനെ എപ്പോഴും നമ്മൾ തേരുവശം എടുക്കണം. കട്ടിങ് പീസിന് ഇങ്ങനെ വശം കിട്ടുന്നതിനാണ്, നീള പീസ് കിട്ടുന്നതിനാണ് നമ്മൾ തേരുവശം എടുക്കാൻ പറയുന്നത്. ഒരു പീസ് ഇത് ക്രോസ് പീസാണ്. ഈ ക്രോസ് പീസ് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ പോകണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് ചീത്തയായി പോകും. ഇങ്ങനെ അടയാളം വച്ചു. അപ്പോൾ നമുക്ക് 4 പീസ് കിട്ടി. ഇനി ഒറിജിനൽ തുണിയിൽ നമുക്ക് 2 പീസ് വെട്ടിയെടുത്താൽ മതി. മുൻപിലേക്ക് വരുന്ന പീസ് ഉള്ളിലേക്ക് വേണമെങ്കിൽ 4 പീസ് വെട്ടി ഉള്ളിൽ പുറമെ മറുവശത്തും ആ പീസ് തന്നെ നല്ല തുണിയുടെ വെക്കാം. ഇപ്പോൾ ലൈനിങ് പീസ് വെട്ടിയത് ഞാൻ അതിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ബാക്കി പീസാണ്. അത് വെക്കേണ്ടത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. കൈ വരുന്നത് കണ്ടോ? തേരുവശം ഇങ്ങനെ വിലങ്ങനെയാണ് കൈ വരുന്നത്. ഈ പടി കിട്ടുന്നതിന് വേണ്ടി ഈ കൈ ഇങ്ങനെ വച്ചു. ബാക്കി വശം കൈ ഇവിടെ കിട്ടി. ഫ്രണ്ട് ഭാഗം ക്രോസ് തന്നെയായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ കട്ടിങ് വരുന്നത് ഇവിടെ നമുക്ക് നീളം പീസിലാണ് കട്ടിങ് ഇങ്ങനെ വരും. ഇനി ബാലൻസ് ഇഷ്ടംപോലെ തുണി കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാണ് വെട്ടിയെടുക്കുന്നത്. സമയം കൂടുതൽ ആകുന്നത് കൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യം വെട്ടേണ്ടത് ബാക്കി പീസ് ഇങ്ങനെ വെട്ടി, അത് കഴിഞ്ഞ് കൈ വെട്ടിയെടുത്തു. അതിനുശേഷം ഫ്രണ്ട് പീസ് വെട്ടി, അത് കഴിഞ്ഞാണ് കട്ടിങ് വെട്ടുന്നത്. ബാക്കി ഇഷ്ടം പോലെ തുണിയുണ്ട്. ലൈനിങ് തുണി സാരിയിൽ നിന്ന് മുറിച്ചതെല്ലാം ഇങ്ങനെയാണ് വെട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.